ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മളിന്ന് കൊണ്ടുവരാൻ പോകുന്നത് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വാഹനത്തെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു വാഹനമാണിത്. ഇപ്പോഴും ആ ഒരു ഡിസൈനിൽ, അന്ന് ഇറക്കിയ ആ ഒരു ഡിസൈനിൽ ഇപ്പോഴും ആ ഒരു പാരമ്പര്യം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റേതുമല്ല, വോൾക്സ്വാഗൻ്റെ ഫസ്റ്റ് വാഹനം അഥവാ വോൾക്സ്വാഗൻ ബീറ്റിലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ബാക്കിലെടുക്കേണ്ട ഈ ഒരു 2012 മോഡൽ വോൾക്സ്വാഗൻ ബീറ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കണ്ട ആൾക്കാരാണ്, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ ഇറക്കാം. അപ്പോൾ നമ്മൾ മുന്നിലുള്ള വാഹനം നോക്കുകയാണെങ്കിൽ 2012 മോഡൽ വോൾക്സ്വാഗൻ ബീറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇപ്പോഴും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ആ ഒരു വണ്ടി ഫസ്റ്റായിട്ട് ആ ഒരു രൂപകൽപ്പന ചെയ്ത ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടി. ഒരു മാറ്റങ്ങളും ഇല്ലാതെ, ചെറിയ ചെറിയ മാറ്റങ്ങളും അല്ലാതെ ആ ഒരു ബോഡി സ്ട്രക്ചർ ഇപ്പോഴും ആ ഒരു ഡിസൈൻ മാറ്റാതെയാണ് ഇപ്പോഴും ഈ വാഹനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റീസെൻ്റ്ലി വരെ അങ്ങനെ ആയിരുന്നു വണ്ടി വന്നിരുന്നത്. ഇനി മാറുമെന്ന് അറിയില്ല, എന്തായാലും അത് മാറ്റൂല എന്നാണ് നമ്മൾ വിശ്വാസം. വീട്ടിൽ ആ ഒരു ഡിസൈൻ കീപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ വോൾക്സ്വാഗൻ്റെ ഫസ്റ്റ് വാഹനം കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് നമുക്ക് ഈ ഒരു വോൾക്സ്വാഗൻ ബീറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനം നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഈ വാഹനത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ്. ആ ഒരു പണ്ടത്തെ കാറിൻ്റെ, ആ ഒരു ഓൾഡ് ജനറേഷൻ കാറിൻ്റെ ആ ഒരു രൂപകൽപ്പന ഇപ്പോഴും നിലനിർത്തുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഇപ്പോഴും നമ്മളെ നാട്ടുകാർക്കും അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര വ്യത്യസ്തമാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഒരു റോഡിലോട്ടൊക്കെ ഇറങ്ങി പോവുകയാണെങ്കിൽ ആ ഒരു റോഡ് പ്രസൻസ് എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 4 ആൾ നോക്കുന്ന ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ. ഞാൻ 100% ഉറപ്പാണ്. നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ വന്നത്. അപ്പോൾ അതിനെ നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഇപ്പോൾ ഉള്ളത് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു ഡിസൈൻ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു എന്താ പറയുക, ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്പിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ സെഗ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഡിസൈൻസ് കംപ്ലീറ്റ്ലി ഇപ്പോൾ റൂഫായാലും ഹെഡ്ലാമ്പായാലും നമ്മൾ മിനിയിലേക്ക് പറഞ്ഞിട്ട് എല്ലാം റൗണ്ട് ഷേപ്പാണ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ ഒരു സ്റ്റാൻഡേർഡിനൊക്കെ സിമിലറായി വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈപ്പേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ടെക്ക് ഡേവേ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വൈപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വൈപ്പറിൻ്റെ വാഷറൊക്കെ ഈ ഒരു ബോണറ്റിൻ്റെ താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബോണറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഷേപ്പ് കണ്ട, ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബോണറ്റ് വരുന്നത്. പിന്നെ ഒരു ക്യാരക്ടർ ലൈനോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ എലമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബോണറ്റാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് വലിയൊരു വോൾക്സ്വാഗൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ മിനി കൂപ്പറിലൊക്കെ കണ്ടുന്ന രീതിയിലുള്ള ഒരു റൗണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ LED ഹെഡ്ലാമ്പാണ് ഈ ഒരു വാഹനത്തിലും വന്നിട്ടുള്ളത്. ഇവിടെ താഴെയായിട്ട് നമുക്കൊരു LED വേറെ ലൈറ്റ് കൊണ്ട് കാണുന്നുണ്ട്. പ്രൊജക്ടർ അല്ലാത്തൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് എവിടെയൊക്കെ ഒരു മിനി കൂപ്പറിൻ്റെ സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിംഗ് ആയാലും ഷെയ്ഡ് ആ ഒരു സംഭവമൊക്കെ ആ ഒരു മിനി കൂപ്പറിൻ്റെ സിമിലാരിറ്റി തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇതായിട്ട് വരാൻ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഈ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഒരു ഓൾഡ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് 2012 മോഡൽ വാഹനമാണല്ലോ. അപ്പോൾ ആ ഒരു ഡിസൈനിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ നോക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതൊരു ഫ്രണ്ടിൽ എഞ്ചിൻ വരുന്ന വാഹനം തന്നെയാണ്. മിഡ് എഞ്ചിൻ വാഹനം എന്നല്ല, ഫ്രണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു വാഹനത്തിന് ആ ഒരു ഷേപ്പ് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷേപ്പ് വരുന്നത്. ഒരു റാ പോലെ അല്ലെങ്കിൽ വണ്ട് എന്ന് തോന്നിക്കുന്നത്. ഈ ബീറ്റിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വണ്ട് എന്നാണ് ഈ ബീറ്റിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു വാഹനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലെ വീലാർസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ പഴയ എല്ലാ വിൻറ്റേജ് വാഹനത്തിലും കണ്ടെന്ന് ആ ഒരു ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ കാണാൻ പറ്റും. ആ ഒരു വീലാർസ് ആയാലും എല്ലാം ഒരു റൗണ്ട് ഷേപ്പിൽ ഫീലാണ് കൊടുത്തിട്ടുള്ളത്. വീലാർസൊക്കെ അത്യാവശ്യം നല്ല ബൾജായി നിൽക്കുന്ന രീതിയിലുള്ള വീലാർസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ കിട്ടുന്ന ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 225/40 R18 ഇഞ്ച് 88 വിടുത്തൊക്കെ വരുന്ന ആ വലിയ ടയറൊക്കെയാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് വോൾക്സ്വാഗന് തന്നെ ഒരു അലോയ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ റൂഫായാലും ഒരു റാ പോലെ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് അഡോൾഫ് ഹിറ്റ്ലർ ഒരു അത്യാവശ്യം നല്ല ചിത്രം വരയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പുള്ളി എന്താണ് ഈ ഒരു വോൾക്സ്വാഗൻ കമ്പനിക്ക്, അല്ലെങ്കിൽ അന്നൊരു രൂപകൽപ്പന ചെയ്തൊരു കമ്പനിയാണിത്. അപ്പോൾ അന്ന് പുള്ളിക്ക് എന്താണ് അവർ അഡോൾഫ് ഹിറ്റ്ലർ വരച്ച് കൊടുത്തതാണ്, ഒരു റാ പോലത്തെ ഷേപ്പ് വരച്ച് കൊടുത്തതാണ്. ആ ഒരു ഷേപ്പിലുള്ള ഒരു വാഹനം വേണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇവർ വാഹനത്തിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു റാ ഷേപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഇപ്പോഴും ആ ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് വരാം. അപ്പോൾ ഒരു സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് മിറർ കാണാൻ പറ്റും. മിററൊക്കെ നോക്കുകയാണെങ്കിൽ പുള്ളി സൈഡ് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വലിയ ഗമ്മിക്ക് കാരണമൊന്നും വന്നിട്ടില്ല. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്കേർട്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി പാർട്ട് കാണാൻ പറ്റും. ശരിക്കും ഈ ഒരു വീലാർച്ചൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു എക്സ്ട്രാ ചെയ്ത പോലെയൊക്കെ ഫീൽ വരുന്നുണ്ട്. പിന്നെ ഡോർ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ രീതിയിലുള്ള ഡോർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു സൺ ബ്ലേസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് റെയിൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു 2 ഡോർ വാഹനമാണ്. പക്ഷേ എന്നാലാണെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് 2 ഡോറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം നമുക്കറിയാമല്ലോ, 2 ഡോർ വരുമ്പോൾ. അപ്പോൾ ആ കാര്യം നമുക്ക് അകത്ത് കയറുമ്പോൾ എന്തായാലും ഇൻറ്റീരിയർ പോകുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. ബാക്കിലായിട്ട് വരാൻ ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ 225/40 R18 ഇഞ്ച് ഫ്രണ്ട് കണ്ട സെയിം ടയേഴ്സ് തന്നെയാണ്. 88 വിടുത്തൊക്കെ വരുന്ന ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു അലോയിൽ തന്നെയാണ്. അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിലായിട്ട് ഒരു സിൽവർ കളർ വരുന്ന ഒരു അലോയ് കൊടുത്തുകൊണ്ട്
മറ്റൊരു വാഹനത്തും ആ ഒരു എന്താ പറയുക ഒരു റോഡ് പ്രസൻസ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ആലോയി ആയി പോയാലും. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഓപ്പണർ വന്നിട്ടുള്ളത്. ഇതൊരു പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്. ആ എഞ്ചിൻ ബേസ് പോകുമ്പോൾ ഞാൻ ആ ഒരു കാര്യം പറയാം. ബാക്കിലായിട്ട് വരുമ്പോഴാണ് ഇതൊരു ഫ്ലോട്ടിംഗ് രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു താഴ്ന്നു വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. റിയറിൽ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീഫോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു ബ്രേക്ക് ലാമ്പ് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഒരു വോൾക്സ്വാഗൻ്റെ ഒരു ബാഡ്ജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പണ്ട് നമ്മളിപ്പോൾ പോളോയിലൊക്കെ ഉള്ള സമയത്താണ്, പോളോ ഒക്കെ ഉള്ള ആൾക്കാരാണ് അറിയാം, നമുക്ക് പോളോൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാറ് ഇത് പ്രസ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇതിന് ഞാൻ ആദ്യം നോക്കിയവരേക്ക് ഇത് പ്രസ് ചെയ്ത് നോക്കി. പക്ഷേ ഇത് പ്രസ്സിങ് കാരണമൊന്നുമല്ല, ജസ്റ്റ് ഒരു ലോഗോ മാത്രമായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ടൈൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഡിസൈനിലായിട്ടുള്ള ഒരു ടൈൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പ്, അതിൽ 2 ലൈറ്റ്, അത് സ്റ്റോപ്പ് ലാമ്പും ഇൻഡിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സൈഡിലേക്ക് ഒരു ചെറിയൊരു പാർക്ക് ലൈറ്റ് കാണാൻ പറ്റും. താഴെ സ്റ്റോപ്പ് ലാമ്പും ഒരു ബ്രേക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരാണ് ഇത് റിവേഴ്സ് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലിട്ട് ആ ഒരു ഇൻഡിക്കേറ്റർ പോലത്തെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ആ ബാക്കത്തെ ആ ഒരു സ്റ്റൈൽ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരേണ്ട രീതിയിലാണ് ഈ ഒരു സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി കാരണം നമുക്ക് ഇൻറ്റീരിയർ കയറുന്നിരുന്നിട്ട് അവിടുത്തെ വിശേഷം കാണാം. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഒരു നീളം കൂടി ഡോറ് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് 2 ഡോർ വാഹനമാണല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല നീളം വരുന്ന ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഫുള്ളി ഒരു സിമ്പിൾ ഡിസൈൻസാണ് കൊടുത്തിട്ടുള്ളത്. മാനുവൽ ലോക്ക് ബട്ടൺ കാണാൻ പറ്റും. കൂടാതെ തന്നെ ഒരു ക്രോമിയം ഡിസൈനോട് കൂടിയിട്ടുള്ള ഡോർ അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡോർ ലോക്ക് ചെയ്യാൻ അല്ലാതെ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാനും പിന്നെ ഡോറിൻ്റെ ഒരു വാണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിയറിലെ ഡീഫോഗിങ് സിസ്റ്റത്തിൽ കാണാൻ പറ്റും. പിന്നെ മിറർ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലൊക്കെ 2 പവർ വിൻഡോയുടെ കൺട്രോൾ കാണാൻ പറ്റും. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യാനും നമുക്ക് ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു പോക്കറ്റ് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ ചെറിയൊരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഇത് 2012 മോഡലാണ് പോലും. പിന്നെ ഇൻറ്റീരിയർ ഇപ്പോഴത്തെ വണ്ടിയിലേക്ക് കിടപിടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണാൻ പറ്റും. അത്ര നീറ്റ്നെസ് ആണ് ഈ ഒരു വാഹനത്തിന്. ആ ഒരു ബീച്ച് കളറിലുള്ള ഒരു എന്താ പറയുക കവറിങ് കാര്യങ്ങളൊക്കെയാണ്, സീറ്റ് കവറിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാക്കി നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇനി ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കാണുന്നതല്ല, നോർമൽ രീതിയിലുള്ള ഹെഡ്ലൈറ്റും കാണാൻ തന്നെ കൊടുത്തിട്ട് അതിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും. ഇനി ഇവർ ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ ഈ AC വെൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ സ്റ്റൈലുള്ള AC വെൻസ് ഞങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീളം വരുന്ന ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു തലക്ക് കൈ എത്താത്ത രീതിയിലാണ് ഡാഷ്ബോർഡിൻ്റെ വീതി അത്രയും വരുന്നുണ്ട്. കാരണം എഞ്ചിൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് കയറി നിൽക്കുന്നുണ്ടാവും, അതാണ് അങ്ങനെ കൊടുക്കാൻ കാരണം. ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒരു സെൻറ്റർ കൺസോളിൻ്റെ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി കാർബൺ ഫൈബറിൻ്റെ എലമെൻറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേക കാർബൺ ഫൈബർ ആണെന്ന് അറിയില്ല, എന്തായാലും ഇങ്ങനെ തന്നെ നമുക്ക് കമ്പനി വരുന്ന സംഭവം അങ്ങനെ കാർബൺ ഫൈബർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണ് ഒരു നോർമൽ രീതിയിലുള്ള വോൾക്സ്വാഗൻ്റെ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് ബോട്ടം അങ്ങനത്തെ ഒന്നുമല്ല. സെൻട്രലായിട്ട് നമുക്കൊരു വോൾക്സ്വാഗൻ്റെ ലോഗോ കാണാൻ പറ്റും. ഈ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മറ്റേത് പാസ് ലൈറ്റും പിന്നെ കൂടാതെ തന്നെ നമുക്ക് 2 ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ മിനി കൂപ്പറിൽ കണ്ടപ്പോൾ രീതിയിലുള്ള ഒരു ക്ലസ്റ്ററാണ്. പക്ഷേ അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. 220 ആണ് മാക്സിമം സ്പീഡ് കാണിക്കേണ്ടത്. കാണാൻ പറ്റും നമുക്ക് 17,917 കിലോമീറ്ററാണ് ഈ വാഹനം ആകെ ഓടിയിട്ടുള്ളത്, 2017 മോഡൽ വണ്ടി. പിന്നെ നോക്കുകയാണെങ്കിൽ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു ഗേജും കാണാൻ പറ്റും. ഇപ്പുറത്തായിട്ട് നമുക്ക് ഒരു RPM മീറ്ററാണ് കാണാൻ പറ്റുന്നത്. ഇനി മേലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സൺവൈസർ കാണാം. സൺവൈസർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോക്ക് പിന്നെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോ ഡിമ്മിങ് എന്നല്ല മാനുവൽ ഡിമ്മിങ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു ഇത് കാണാൻ പറ്റും. ഇനി സെൻട്രലായിട്ട് വരികയാണെങ്കിൽ വോൾക്സ്വാഗൻ്റെ തന്നെ ഒരു ഡോൾബി സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റുന്നത്. പിന്നെ AC കാണാൻ പറ്റും. താഴത്തെ വന്നാൽ നമുക്ക് സ്റ്റെബിലൈസിങ്ങിൻ്റെ ഒരു ബട്ടൺ കാണാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. റിയൽ ഡീഫോക്കസ് സിസ്റ്റത്തിന് കാണാൻ പറ്റും. ഈ താഴത്തെ കാണുന്നുണ്ട് കപ്പ് ഹോൾഡർ കാണാൻ പറ്റും. ഗിയർ നോക്കുകയാണെങ്കിൽ ഇതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് 2, 3 അതതിൻ്റെ ആ ഒരു മാനുവൽ ഗിയറിനാണ് വരുന്നത്. 2, 3, 1, 2, 3 കാരണമൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരാണ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ചെറുതല്ല, വലുത് തന്നെ സ്റ്റോറേജ് വന്നിട്ടുള്ളത്. ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 12 വാട്ടിൻ്റെ സോക്കറ്റും കാണാൻ പറ്റും. ഇനി റിയറിലേക്ക് ഞാൻ കയറി ഇരിക്കണില്ലേ, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് റിയറിലേക്ക് കയറാൻ. റിയറിലേക്ക് കയറുകയാണെങ്കിൽ സെൻട്രൽ ടണറുണ്ട്. ഒരു 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കുകയാണെങ്കിൽ 2 പേർക്ക് പറ്റും. പക്ഷേ ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ തല തട്ടാൻ ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ വരുമ്പോൾ ഒരു 3 ആൾ ഇരുന്നിട്ടാണ് വന്നത്. പക്ഷെ അത് കുഴപ്പമില്ലാതെ വന്നു. പക്ഷെ അത്രയും കംഫർട്ടായിട്ട് ലോങ് ഡ്രൈവ് ഒന്നും കാരണം ഒന്നും പോകാൻ പറ്റില്ല. ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എലമെന്റ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു ക്ലോസി ബ്ലാക്ക് ഫിനിഷിംഗിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ ഒരു ഹാൻഡ് റെസ്റ്റ് കാണാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു സൗണ്ട് സിസ്റ്റം കാരണം കാണാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇന്റീരിയർ പറയാനുള്ളത്. ബാക്കി നമുക്ക് എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്തിട്ട് അവിടെ വിശേഷം കാണാം.
അപ്പോൾ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചെറിയൊരു ബോണ്ട് ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിൻ റൂം ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ബോണ്ടാണ് നോക്കണം, ചെറിയ ബോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഡാഷ്ബോർഡിൻ്റെ വലുപ്പം കാരണം ഞാൻ പറഞ്ഞത് എഞ്ചിൻ കുറച്ച് ഭാഗങ്ങൾ അകത്തേക്ക് കയറി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ വോക്സ്വാഗൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതേപോലെ തന്നെ 2 ലിറ്റർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 2 ലിറ്റർ 5 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനും പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. മാനുവൽ നോക്കുകയാണെങ്കിൽ ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും എന്താണ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത് ഈ വാഹനത്തിന്. പിന്നെ നമുക്കിത് DSG ഗിയർ ബോക്സാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഹോഴ്സ് പവർ നോക്കുകയാണെങ്കിൽ 170 ഹോഴ്സ് പവറും അതേപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 177 Nm ടോർക്കാണ് ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത്ര നമുക്ക് എഞ്ചിൻ ബേസ് വരാനുള്ളത്. ഞാനത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ വാഹനം എന്തായാലും സെയിലുള്ളതാണ്. അപ്പോൾ താഴെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ മോട്ടോഴ്സിലാണ് വാഹനം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വണ്ടി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റയറായിട്ടുള്ള എക്സോട്ടിക് വണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സ്ഥലം കിടിലം വണ്ടിയും കിടിലം വേണ്ടിയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.